ഞങ്ങൾ ജീവനോടെ തിരിച്ചു വന്നാൽ ഞങ്ങളെ വിശ്വാസത്തിന് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് അവരോട് ചോദിച്ചു. ഈ ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിൽ മനനം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തിനെ വരെ മാറ്റിയെടുക്കാൻ ഈ മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്. കാരണം പോണ വഴിയിൽ ഇങ്ങനെ ആ ദുരിതം എന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ദുരിതം കണ്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അപ്പം തന്നെ ബാക്ക് അടിച്ചു പോയി. പൈതൃക സ്വത്ത് എന്താണെന്ന് മറ്റുള്ള രാജ്യത്തിലൊരാൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവും. നിങ്ങളെ ദൈവത്തിന് ശക്തിയുണ്ടോ? അത് ദൈവത്തിന് ശക്തിയുണ്ട്. കാരണം ഞാൻ അനുഭവിച്ചാണ്. കാരണം ഞാൻ നാമം ജപിക്കുന്ന സന്തോഷം കിട്ടുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനങ്ങൾ അവിടെ നിന്ന് ഉറക്കെ പാടുകയാണ് ഇവരെല്ലാവരും കൂടി. ഇവരെ ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഈ രോമഭൂമങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു അനുഭവമായി പോയി. അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ? പേടിയില്ല. കാരണം എൻ്റെ ഭഗവാൻ അത്രയ്ക്കും പവർഫുള്ളാണ്. അപ്പോൾ മൂന്നാമത്തെ എത്തിയടുത്ത് തന്നെ ഒരു ഭയങ്കര ശബ്ദം അതിനകത്ത് ഒരു ഘോര ശബ്ദം ഉണ്ടായി. നിങ്ങൾ അതിനകത്ത് വീണ അമാനുഷിക ശക്തിയെ എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങളെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഒരാൾ ഗീതയുടെ ശ്ലോകം ഉച്ചത്തിൽ വായിക്കുന്നു, ഒരാൾ ചെറുതായിട്ട് കീർത്തനം ചെയ്യുന്നു. എന്താണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ ഭഗവാൻ ഒരു പുഷ്പമോ എന്തെങ്കിലും ഭഗവാൻ അർപ്പിക്കുന്നതാണ് ഭക്തി. നമസ്കാരം. ഞാൻ യാത്രകളൊക്കെ പോകുന്ന വീഡിയോകളിൽ പറയുന്ന ഒരു പേരാണ് സെൽവൻ ചേട്ടൻ. ഞങ്ങൾ സെൽവണ്ണൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന സുന്ദർ ഗിരിധർ ദാസ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഈ കുട്ടുവിൻ്റെ വീട്ടിലേക്ക് എന്നെയും അബാക് മീഡിയയുടെ സംഘത്തെ എത്തിച്ചത് ചേട്ടനായിരുന്നു. ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. താങ്കളുടെ ഈ പ്രായത്തിനിടയിൽ പല ആത്മീയമായി നിൽക്കുന്ന പലരുമായി ബന്ധപ്പെടാനും പല യാത്രകൾ നടത്താനും ഒക്കെ താങ്കൾക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. താങ്കളൊരു പ്രമുഖ ചാനലിൻ്റെ ക്യാമറാമാനായിരുന്നു. ഇപ്പോൾ അബാക് മീഡിയയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഒരു യാത്രയിലാണ്, നമ്മളൊരു തമിഴ്നാട് യാത്രയിലാണ് താങ്കൾ എന്നോടൊരു ഭഗവത്ഗീതയും ഒരാത്മാവുമായി കണക്ട് ചെയ്ത് വിദേശ രാജ്യത്ത് എവിടെയോ നടന്ന അനുഭവ കഥ പറഞ്ഞു. ആ കഥ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. അത് കഥയിൽ യഥാർത്ഥം നടന്ന സംഭവമാണ്. അതായത് ഹരേകൃഷ്ണ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫോറിനേഴ്സുകൾ അവർ കൃഷ്ണാബോധം സ്വീകരിക്കുകയും അവരിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീക്കുകയും അവർ അപ്പോൾ അതിൽ പലരും ഇപ്പം ബ്രഹ്മചാരീസുണ്ട്. അവർ ബ്രാഹ്മണ ദീക്ഷ, അതായത് പൂന്നൂലിട്ടിട്ട് അവർ പൂജ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേര് ഫോറിനേഴ്സ് പൂജ ഇസ്കോൺ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വന്നിട്ട് ഒരു അഭംഗദാസ് ബ്രഹ്മചാരി എന്നാണ് പുള്ളിയുടെ പേര്. യഥാർത്ഥ പേര് ആൻ്റണി എന്നാണ്. പുള്ളി ആസ്ട്രേലിയയാണ്. അപ്പോൾ അവരിങ്ങനെ ഇന്ത്യയിൽ വരുമ്പം അവരെല്ലാ ഇസ്കോൺ സെൻറ്ററിലും ഒരു വരും. അങ്ങനെ പത്മനാഭ ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി വന്നു. അദ്ദേഹം ഒരു മാസം ഞങ്ങളോട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു അനുഭവ കഥകൾ, അതായത് നമ്മുടെ പൈതൃക സ്വത്ത് എന്താണെന്ന് മറ്റുള്ള രാജ്യത്തിലൊരാൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവും. അതായത് പുള്ളി ഭഗവത്ഗീത എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും കുറിച്ച് ഒരു സ്റ്റോറി രൂപേണ പറഞ്ഞു. അതായത് നമ്മൾ പാശ്ചാത്യ സിനിമകളിൽ നമ്മൾ കണ്ടു, ഈവിൾ ഡെഡ് പോലത്തെ വലിയ സിനിമകളുണ്ടല്ലോ, ഈവിൾ ഡെഡ്. അതായത് നമ്മൾ കണ്ട് ഞെട്ടി പലരും ഹാർട്ട് അറ്റാക്ക് വന്നൊരു സിനിമ ഈവിൾ ഡെഡ്. അപ്പോൾ ഈവിൾ ഡെഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് പുള്ളി താമസിക്കുന്ന ആസ്ട്രേലിയയിൽ ഒരു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ 10 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസിനായിട്ട് ഉള്ളിലോട്ട് ഒരു ബംഗ്ലാവുണ്ട്. ബംഗ്ലാവിൽ ഒരു തടി രൂപത്തിൽ നമ്മൾ ഈവിൾ ഡെഡിൽ കാണുന്ന അതേ വെച്ചാണ്. ആ സ്റ്റോറിയാണ് ഇവർ ഈവിൾ ഡെഡ് എടുത്തു എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബംഗ്ലാവിൽ ഒരു ട്രിപ്പ് വന്ന യാത്രക്കാർ വന്നപ്പോൾ അവരവിടെ തമ്പടിക്കുക എന്തോ ഒരു സംഭവിച്ച് അങ്ങനെ കുറച്ച് പേര് മരണപ്പെട്ടു പോയി. അതിനുശേഷം ആരും അങ്ങോട്ട് പോകാറില്ല. ഇവരിന് ആ ബോർഡറിൽ തന്നെ പറഞ്ഞാൽ അങ്ങോട്ട് ആരും പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഉള്ള സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം വേറെ രാജ്യത്ത് പോയപ്പോഴത്തേ ഇങ്ങനെ കൃഷ്ണാബോധമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പുള്ളി ഒന്ന് ചേരുകയും പുള്ളി നാമം ജപിക്കും, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും. ഫുൾ വെജായി. അങ്ങനെ പുള്ളി വീട്ടിൽ വന്ന് അവിടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു അച്ഛനും അമ്മയോ എല്ലാം വെജിറ്റേറിയനായി അവരും ഇതായി കൃഷ്ണാബോധത്തിലാണ് നടക്കുന്ന സംഭവം. അപ്പോൾ പുള്ളിയുടെ തൊട്ടടുത്ത് അയൽക്കാൻ ഒരാളുണ്ട്. പുള്ളി എല്ലാത്തിനും അഗെയിൻസ്റ്റാണ്. ആ പുള്ളി അങ്ങനെ ഒന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെ ദൈവത്തിന് ശക്തിയുണ്ടോ? ചോദിച്ചു. അത് ദൈവത്തിന് ശക്തിയുണ്ട്. കാരണം ഞാൻ അനുഭവിച്ചാണ്. കാരണം ഞാൻ നാമം ജപിക്കുന്ന സന്തോഷം കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ആയി. അപ്പം പുള്ളി നിങ്ങൾക്ക് ഈ നോണെന്ന് കഴിക്കുന്നൊരു താല്പര്യം അല്ല, അതിലൊന്നും താല്പര്യമില്ല. കാരണം ഞാൻ യഥാർത്ഥ സത്യം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ പല ആചാര്യന്മാർ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിലാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള കുറേ ആൾക്കാരെ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അവരെ സെൻറ്ററിൽ ഒരു ദിവസം വിളിച്ചു. ഞാൻ അവിടെ പോയപ്പോൾ അവർ കഴിക്കാൻ എനിക്ക് പ്രസാദം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉച്ചയ്ക്കുള്ള ഫുഡാണ്. ഫുഡിന് അവർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തോ ഉണ്ടാക്കിയാലും അവർ ഭഗവാനെ നിവേദിച്ചിട്ടാണ് അതിന് പ്രസാദമായിട്ട്. അങ്ങനെ അവിടെ പ്രസാദം തന്നു. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ
എനിക്ക് ഭയങ്കര ടേസ്റ്റ്. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ കുക്ക് ചെയ്യും. അവർ പറഞ്ഞു ഞങ്ങൾ ടേസ്റ്റ് നോക്കാതെ കുക്ക് ചെയ്യണം. ഞങ്ങൾ കുക്ക് ചെയ്യണ സംഭവം ഭഗവാന് കൊടുത്തിട്ട് നിവേദിച്ചിട്ട് ആ നിവേദ്യമായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആ ടേസ്റ്റ് കിട്ടിയപ്പം ഞാൻ എല്ലാ സൺഡേയും പ്രോഗ്രാം അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അതിലോട്ട് ചേർന്നു. അപ്പം അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അവർ ചോദിച്ചു, അപ്പം പുള്ളി പറഞ്ഞു ഈ കൃഷ്ണൻ ആരാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറേ കഥ കൃഷ്ണൻ്റെ നരസിംഹമൂർത്തി അവതാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങളെ ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ നമ്മളെ 10 കിലോ ചുറ്റുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രേതത്തിനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് അവിടെ ചെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ? പേടിയില്ല, കാരണം എൻ്റെ ഭഗവാൻ അത്രയ്ക്ക് പവർഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്, പൂതനയെ കൊന്ന കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ശരിയെങ്കിൽ ഒരു ദിവസം നമുക്കങ്ങ് പോവാം, നിങ്ങൾ ധൈര്യത്തോടെ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വരാം. അങ്ങനെ ഇവർ കുറച്ച് കൃഷ്ണ ഡിവോട്ടീസിനെ കുറച്ച് പേരെ വിളിച്ചിട്ട് അവരെല്ലാം കൂടെ മൃദംഗ കർത്താലായിട്ട് കൊണ്ടുപോയി അവിടെ പോയി അതിനകത്ത് പോയപ്പോൾ ഇവർ കുറച്ച് നാട്ടുകാരും കൂടെ വന്നു. അപ്പോൾ ആ സ്ഥലത്ത് പോയപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈവിൾ ഡെഡ് സിനിമയിൽ കാണുന്ന ആ ഒരു ദുരൂഹം നിറഞ്ഞ സ്ഥലങ്ങളാണ്. കാരണം അവിടുത്തെ ഒരു വല്ലാത്ത ശബ്ദങ്ങളും, കാരണം വന്യമൃഗങ്ങൾ ഒന്നുമില്ല സ്ഥലം, പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്, ആരും പോകാറില്ല. കാരണം പോണ വഴിയിൽ ഇങ്ങനെ ആ ദുരൂഹം എന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ദുരൂഹം കണ്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അപ്പം തന്നെ ബാക്ക് അടിച്ച് പോയി. ഇവർ ധൈര്യത്തോടെ പോയി. കാരണം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിൾ പറഞ്ഞ പോലെ ഇവരെ വിശ്വാസം രക്ഷിക്കുമെന്ന പൂർണ്ണത്തിൽ പോയ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ മുറുകെ പിടിച്ചാൽ പോകുന്നത്. കാരണം അവർ മുറുകെ പോകാമെങ്കിൽ ഇവർ അവിടെ എത്തുമ്പോൾ തന്നെ ഇവർ ഭജൻസ് അങ്ങ് പാടണം. നരസിംഹമൂർത്തിയുടെ കീർത്തനം പാടണം. നരസിംഹമൂർത്തിയെ മന്ത്രങ്ങളും പാടിക്കൊണ്ടാണ് അവിടെ ചെന്ന് അതിൻ്റെ ഡോറ് ഇങ്ങനെ ലോക്ക് പൊട്ടിച്ച് അകത്ത് കയറി ഇവരവിടെ നിന്ന് ഭജൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു മുകളിൽ കേട്ടു വൈബ്രേഷൻ ഉണ്ടാവും. ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആണ്. നെഗറ്റീവ് വൈബ്രേഷൻ ആൾറെഡി ഉള്ളതാണ്. പോസിറ്റീവ് നമ്മൾ വൈബ്രേഷൻ ഉള്ളതുപോലെ നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ട്. അവിടെ കയറി ഇരുന്നപ്പോഴത്തേക്ക് നാട്ടുകാരും കയറിയില്ല, ഇവരൊരു 5-6 പേർ മാത്രം അവിടെ ചേരുന്നു. അപ്പം ഇവർ പോകുമ്പോൾ തന്നെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജീവനോടെ തിരിച്ചു വന്നാൽ ഞങ്ങളെ വിശ്വാസത്തിനെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് അവരോട് ചോദിച്ചു. ഒറ്റ വാക്ക് ചോദിച്ചു. കാരണം ഇവർ രാത്രികാലങ്ങളുടെ സൗണ്ട് കേൾക്കാമെന്ന് പറയാനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഇവർ നാട്ടുകാർ തിരിച്ചവരത് പറഞ്ഞു, നിങ്ങൾ അതിനകത്ത് ചെയ്യുന്ന അമാനുഷിക ശക്തിയെ എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങളെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നവിടെ ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ഇവർ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്, ഇവർ പേടിച്ചിട്ടാണോ പറഞ്ഞെന്നല്ല, അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവരവിടെ ചെന്നിരുന്നുണ്ട്. ഫസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഗീതയിലെ ശ്ലോകങ്ങൾ വായിക്കുന്നു. ഒരാൾ ഗീതയിലെ ശ്ലോകം ഉച്ചത്തിൽ വായിക്കുന്നു, ഒരാൾ ചെറുതായിട്ട് കീർത്തനം ചെയ്യുന്നു. അപ്പോൾ അത് വായിച്ച് 1-ാമത്തെ അധ്യായം വായിച്ചു, 2-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടി. അപ്പോൾ 3-ാമത്തെ അധ്യായം അടുത്ത് തന്നെ ഒരു ഭയങ്കര ശബ്ദം, അതിനകത്ത് ഒരു ഘോര ശബ്ദം ഉണ്ടായി. അത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നരസിംഹമൂർത്തിയിലെ ശബ്ദമാണ് ഇവർ കേട്ടത്. അപ്പം ഭഗവത്ഗീത വായിക്കുന്ന കൂട്ട് അവർ നരസിംഹ കീർത്തനം ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. ഒരാൾ ശ്ലോകം വായിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് ഇവർ കേൾക്കുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം ഈ ഡിവോട്ടീസ് ഇവരകത്തിരുന്ന് ഇവരും കേട്ടു, പുറത്തുള്ള ആൾക്കാരും കേട്ടു. പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ദുഷ്ടശക്തിയുടെ ശബ്ദമാണ് ഞങ്ങൾ കേട്ടു. ഇവർ പറഞ്ഞു വെച്ചാൽ നരസിംഹമൂർത്തിയുടെ ശബ്ദം സിംഹഗർജനാണെന്ന് കേട്ടു. കേൾക്കുകയും ഭയങ്കര ഒരു വെളിച്ചം അവിടെ ഉണ്ടായി. എന്നിട്ട് എന്തൊരു ഒരു സംഭവം ഡോർ തുറന്ന് പുറത്തോട്ട് പോയതായിട്ട് നാട്ടുകാരും പറഞ്ഞ് അവരും പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത നരസിംഹ കീർത്തനം അവർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഇത് പറഞ്ഞു. അപ്പോൾ അതിൽ വന്നതിന് ശേഷം ഇവർ നാട്ടുകാർക്ക് വന്ന അത്ര പേർക്കും അതിൽ വിശ്വാസം ഉണ്ടായി. അവർ പലരും ഇപ്പോൾ കൃഷ്ണാബോധം സ്വീകരിച്ചു. അവരെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ നേരിട്ട് കണ്ട ആളാണോ? ഇത് വന്ന ആൾ നേരിട്ട് കണ്ട ആളാണ്. പുള്ളി എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ച് കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങളെ ഇവിടെ കേരളത്തിൽ വന്നപ്പം അവിടെ പത്മനാഭ ദർശനം ചെയ്യാണ്ട് വന്ന ഒരാഴ്ചയോടെ തങ്ങിയ സമയത്ത് ഞങ്ങൾ ഡെയിലി സംസാരിക്കും. ഇത് ഈ മലയാളികൾക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്, നമ്മുടെ പുരാണങ്ങളും വിശ്വാസങ്ങളും വിദേശീയർ എന്തുമാത്രം സ്വീകരിക്കുന്നു. നമ്മൾ ഈശായോഗയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിദേശീയർ വന്ന് അവിടെ യോഗ ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സ്പിരിച്വൽ അവറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള ലക്ഷ്മിപ്രിയ ചേച്ചി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ചേച്ചി എന്നോട് ഫോൺ ചെയ്ത സമയത്ത് പറഞ്ഞൊരു അനുഭവമാണ്. ചേച്ചി ഏതോ വിദേശ രാജ്യത്ത് എവിടെയോ ടൂർ പോയ സമയത്ത്, കുടുംബത്തോടൊപ്പം പോയ സമയത്ത്, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല പറഞ്ഞത്, ഇവർ മലയാളം സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വിദേശി, ഒരു ആഫ്രിക്കക്കാരൻ എന്തോണം വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് സ്ഥലം?
അവൻ പറഞ്ഞൊക്കെ ഇന്ത്യയിൽ എവിടെയാണ് കേരളം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യ, ഞാൻ ഭഗവാൻ കൃഷ്ണൻ്റെ ഡിവോട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭഗവത്ഗീതയുടെ വചനങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനങ്ങൾ അവിടെ നിന്ന് ഉറക്കെ പാടുകയാണ് ഇവരെല്ലാവരും കൂടി. ഇവരെ ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഈ രോമഭൂമങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു അനുഭവമായി പോയി എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല ഈ പവർ എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ മുക്തി നേടാൻ ഇത്തരം പുരാണങ്ങൾ, അത് എല്ലാ പുരാണങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഹൈന്ദവരുടെ പുരാണങ്ങളെ പറ്റി മാത്രമല്ല പറയുന്നത്. ഖുറാനാകട്ടെ, ബൈബിളാകട്ടെ, ഭാഗവതമാകട്ടെ, രാമായണമാകട്ടെ, അല്ലെങ്കിൽ ഭഗവത്ഗീതയാകട്ടെ, ഇതിനെല്ലാം അതിൻ്റെതായ പവർ ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുന്നവർ ജീവിതത്തിൽ സക്സസ് ആവും എന്നുള്ളതാണ്. ഇല്ല, സയൻറ്റിഫിക്കലി ഒരു സൈഡുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ളതാണ് സംസ്കൃതം. ഈ സംസ്കൃതം കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ ബ്രാഹ്മിൺസ് അവരെ പഠിപ്പിച്ചു, വേദപാഠശാല പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ടുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു വലുതാകുമ്പം അവർക്ക് സ്കൂൾ വിഷയങ്ങളൊന്നും വലുതായിട്ടില്ല, അതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. മാത്സ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഏറ്റവും ടഫായിട്ടുള്ള സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. അതാണ് ബ്രാഹ്മിൺസ് മറ്റുള്ള നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ഉയർന്നതിൽ പോകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂൾ വിഷയങ്ങളൊക്കെ മാത്സ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര അയ്യോ ഇതെങ്ങനെ പഠിക്കും, സയൻസ് എങ്ങനെ പഠിക്കുന്നു. അവർ അതിനേക്കാൾ ടഫുള്ള സാധനം കൊച്ചിലെ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് സംസ്കൃതം കുട്ടികൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. ഭഗവത്ഗീത വഹിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ നിന്നൊക്കെ ശരിയിലോട്ട് നയിക്കാനുള്ള എല്ലാ കാര്യം അതിനകത്തുണ്ട്. അതിൽ ഒരുപാട് യോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യോഗങ്ങൾ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്തി യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് വെച്ചാൽ ഭക്തി യോഗം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് എല്ലാം തികഞ്ഞു. എന്താണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ ഭഗവാൻ ഒരു പുഷ്പമോ എന്തെങ്കിലും ഭഗവാൻ അർപ്പിക്കുന്നതാണ് ഭക്തി. ഭക്തിക്ക് മുമ്പിൽ മറ്റുള്ള യോഗങ്ങളൊന്നും പൂർണ്ണതയിലെത്തത്തില്ല. അതുകൊണ്ടാണ് ഭക്തി യോഗത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഈ പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്ന ശബ്ദങ്ങളുടെ വൈബ്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഓംകാര ശബ്ദം, അതിനൊരു വൈബ്രേഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് ഈ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈബ്രേഷൻസ് ആവാം. സയന്റിഫിക്കലി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ്. ഈ ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിൽ മനനം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തിനെ വരെ മാറ്റിയെടുക്കാൻ ഈ മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ മന്ത്രങ്ങളാണ്. നമ്മൾ ദുഷ്ടചിന്താഗതികൾ മനസ്സിൽ വരുന്ന സമയത്ത് ഈ മന്ത്രങ്ങൾ പറയുമ്പോൾ ഇതിനെ ആക്ച്വലി എടുത്ത് മാറ്റും. അത് ഒരു തെറാപ്പി പോലെയാണ്. നമ്മൾ ഭഗവത്ഗീത ഡെയിലി വായിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള തെറ്റുകളിലേക്ക് പോകാതെ ആ ഒരു സംസ്കാരം നിലനിർത്താൻ കഴിയും. ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഭഗവത്ഗീത തരും. അതെ, ലോകം മുഴുവനും ഇപ്പം ഭഗവത്ഗീത വായിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞ മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ അക്ഷര സ്ഫുടതയോടാണ് അവർ പറയുന്നത്. കാരണം അവർ അത്രയും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം നടന്ന മഹാകുംഭമേളയിൽ ഒരുപാട് ഫോറിനേഴ്സ് വന്നായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അടുത്ത ജന്മമെങ്കിലും ഭാരതഖണ്ഡത്തിൽ ഒരു പുഴുവായിട്ട് ജനിക്കണം. എന്ന് വെച്ചാൽ എന്താണ് കുംഭമേള എന്നുള്ളതും ഭാരതഖണ്ഡം എന്താണെന്നും അവർ മുഴുവനായിട്ട് മനസ്സിലാക്കിയത്. ഞാൻ ഏറ്റവും വലിയ ഞെട്ടിപ്പോയി, ഞാനൊരു ടാരോ റീഡർ ജസീക്കയുടെ ഇന്റർവ്യൂ സമയത്ത്, ജസീക്ക കേരളത്തിലേക്ക് വരുന്നത് കുംഭമേളയ്ക്ക് ശേഷമാണ്. ജസീക്ക കുംഭമേളയെ പറ്റി പറയുമ്പോൾ ജസീക്ക ഭയങ്കര ആശ്ചര്യത്തോടുകൂടിയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറയുന്നൊരു സങ്കടം ഉണ്ടാകുന്ന അവസ്ഥ. മാത്രമല്ല എന്നോട് ജസീക്ക ചോദിച്ചായിരുന്നു, രോഹിത് മറ്റ് ഈ അവർക്കത് പറയാൻ പറ്റുന്നില്ല, എന്താന്ന് ചോദിച്ചു. ഒരു മരുന്നിന്റെ കാര്യമാണ് ഇവർ പറയുന്നത്, എനിക്ക് മനസ്സിലായി. അത് കുടിക്കും. ഒരു ബാഗിൽ നിന്ന് എടുത്തോളൂ. ഞാൻ നോക്കുമ്പോൾ ഒരു ബോട്ടിലാണ്, അതിനകത്ത് ഗോമൂത്രമാണ്. അതെ, ഇത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പുറത്തിറക്കുന്ന ഒരു ഗോമൂത്രമാണ്. അപ്പം ഞാൻ അത് നോക്കിയിട്ട് ഞാൻ ചിരിച്ചു. അപ്പം ഈ പുള്ളിക്കാരെ തന്നെ ചോദിക്കുകയാണ്, കളിയാക്കിയതാണോ എന്നോട് ചോദിച്ചു. അല്ല, ഇത് കമ്പനി ഇറക്കിയതാണ്, ഗോമൂത്രത്തിന്റെ അംശം മാത്രമായിരിക്കും അത്. നമ്മളിപ്പം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, ഗുജറാത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ, വലിയൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, കാറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പശുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് മൂത്രം വീണ് അപ്പോൾ വണ്ടി നിർത്തി വന്നിട്ട് അതിനെടുത്തിട്ട് പിടിച്ചിട്ട് അയാൾ തലയിൽ കഴിച്ചിട്ട് പോകും. അതാണ് നമ്മൾ യഥാർത്ഥ സംസ്കാരം. അതാണ് യഥാർത്ഥ സംസ്കാരം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിത് കിട്ടാത്തതുകൊണ്ട് നമ്മളിതുപോലെ പറഞ്ഞ കോൺസെപ്റ്റ് ചോദിച്ചിരുന്ന സാധനം ഞാൻ മായാപ്പൂരൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വെച്ചേക്കും. ഒരാഴ്ച 2 ആഴ്ച നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് സാധനം. കാരണം ഇത് കുടിക്കുന്നത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് ഇതൊരു മരുന്നാണ്. ഈവൻ പഞ്ചഗവ്യം നമ്മുടെ പൂജകളിലും മരുന്നിലും ഒക്കെ ഉപയോഗിക്കുന്നു. അതെ അതെ അതെ, പഞ്ചഗവ്യം ഇത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിനോട് ഞാനെതിരാണ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പശുവിന് അത് എടുത്താൽ പറ്റത്തില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള പശുവിന്റെ മൂത്രമാണ്. അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ പശുക്കളൊക്കെ എല്ലാം കാലിത്തീറ്റ കൊടുത്ത് വളർത്തുന്ന പശുക്കളാണ്. ഇത് പണ്ട് കാലത്ത് ഈ ചാണകം ഔഷധമായിക്കൊണ്ടിരുന്നതും ഔഷധമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ചാണകത്തിൽ ഔഷധ ഗുണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും അത് മലയിലും കാട്ടിലും ഒക്കെ തോട്ടരമ്പലും ഒക്കെ പോയി ഔഷധ ചെടികളൊക്കെ തിന്ന് നിറഞ്ഞ് വന്ന് അതിടുന്ന ചാണകത്തിന് ചിലപ്പോൾ ഔഷധ ഗുണങ്ങൾ ഉണ്ടായേക്കാം. ആ പാല് തന്നെ പണ്ടത്തെ പശുവിന് പാല് നമ്മൾ എടുത്തു അങ്ങ് മണക്ക്. ഇപ്പോഴത്തെ പശുവിന് പാലിൽ ഒരു മണമില്ല, ഒന്നുമില്ല. എന്തായാലും പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും ഇരിക്കാം.